ADGP MR അജിത് കുമാറിനെ ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ രംഗത്ത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് എന്തിന് സ്ഥാനത്തൊന്ന് മാറ്റണമെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. RSS നേതാവിനെ വ്യക്തിപരമായി കാണാൻ അജിത് കുമാറിന് അവകാശമുണ്ട്. പാർട്ടിക്ക് വേണ്ടി ഒരാളെയും കാണാൻ പറഞ്ഞിട്ടില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. തെളിവില്ലാത്തൊരു കാര്യത്തെപ്പറ്റി മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു വിഷയത്തെപ്പറ്റി പറയുമ്പോൾ തെളിവ് കൊടുക്കണം. ADGPയെ പറ്റി പറഞ്ഞു, തെളിവ് കൊടുക്കുക, അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞല്ലോ. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇതിപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണോ പറഞ്ഞത്? ADGP പിന്തുണച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടാണെങ്കിൽ കാണുന്നതിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ ഇടത് സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് വിശദീകരണം നൽകുന്നത്? സ്മൃതി, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത്. പി ശശിയെയും ADGPയും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പ്രസ്താവനകൾ നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP RSS നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റ്? കേന്ദ്ര സർക്കാർ തന്നെ ഉദ്യോഗസ്ഥർക്ക് RSSൽ പ്രവർത്തിക്കാം എന്നൊരു നിയമം പാസാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കല്ല, അത് ADGP വ്യക്തിപരമായി കണ്ടതാണ്, അതിലെന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പി ശശി ഇത്തരത്തിൽ പി ശശിയെ പാർട്ടിയാണ് നിയോഗിച്ചിട്ടുള്ളത്. പി ശശി മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പാർട്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ പരാതി പരിശോധിച്ചതാണ്. പി ശശിയെ മുഖ്യമന്ത്രിക്കും വിശ്വാസമാണ് എന്നും സജി ചെറിയാൻ പറയുന്നുണ്ട്. എന്തായാലും ശശി ഇന്നുവരെ പാർട്ടിയെ ചതിച്ചിട്ടുണ്ടോ എന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂ പറയൂ എന്നും അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്ത ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല എന്നും സജി ചെറിയാൻ പറയുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ഒരു RSS നേതാവിനെയും കാണാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സജി ചെറിയാന്റെ മറ്റൊരു വാദം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ ഭിന്നതയില്ല. CPIക്ക് ഇതിൽ ഒരു പ്രശ്നവുമില്ല. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്നും സജി ചെറിയാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്മൃതി, ADGP MR അജിത് കുമാറിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സജി ചെറിയാന്റെ പ്രതികരണം ഒന്നുകൂടി കാണാം. ADGPയെ പറ്റി തെളിവില്ലാത്തൊരു കാര്യത്തെപ്പറ്റി മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു വിഷയത്തെപ്പറ്റി പറയുമ്പോൾ തെളിവ് കൊടുക്കണം. ADGPയെ പറ്റി പറഞ്ഞു, തെളിവ് കൊടുക്കുക, അന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞല്ലോ. അർജുൻ, ഇപ്പോൾ തെളിവ് ആര് കൊടുക്കണമെന്നാണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യം വ്യക്തമായതാണ്. ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്, തന്റെ വ്യക്തിപരമായ ആവശ്യത്തിനാണ് എന്ന് മുഖ്യമന്ത്രിയോടും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, DGP നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ആ മൊഴി നൽകലിലും തന്റെ കൂടിക്കാഴ്ച സ്വകാര്യമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തെളിവാര് കൊണ്ടുവരണമെന്നാണ് മന്ത്രി പറയുന്നത്. പാർട്ടിയെ ഒന്നുകൂടി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുകയല്ലേ യഥാർത്ഥത്തിൽ സജി ചെറിയാൻ? അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം സ്മൃതി. അതായത് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ PV അൻവറിനെ പൂർണ്ണമായും തള്ളുകയും പി ശശിയെയും ADGP MR അജിത് കുമാറിനെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സജി ചെറിയാൻ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു പരാതി നൽകിയെങ്കിൽ പോലും ഇതിൽ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല, അതിൽ വ്യക്തിപരമായി കാണാൻ വേണ്ടി ADGPക്ക് അവകാശമുണ്ട് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ RSSൽ പ്രവർത്തിക്കുന്നതിലും RSSന്റെ നേതാക്കളെ കാണുന്നതിലും ഒരു തെറ്റുമില്ല എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട, ഏത് ഉദ്യോഗസ്ഥർക്കും അവർക്ക് താല്പര്യമുള്ളവരെ കാണാൻ അവകാശമുണ്ട് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. മാത്രമല്ല, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിന് CPMന്റെ സംഘടനാ രീതി അറിയില്ല എന്നും സജി ചെറിയാൻ ആരോപിക്കുന്നു. പരാതി കൊടുത്തതു മുതൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയും PV അൻവർ കടന്നാക്രമിക്കുകയാണ്. പാർട്ടി പല പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുണ്ട്. അതായത് സമാനമായ ഒരു പ്രതിസന്ധി തന്നെയാണ് പാർട്ടി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പല പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ആരെങ്കിലും പറയാൻ തീരുമാനിച്ചാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ എല്ലാവരും ഒത്തുകൂടുന്നത് സ്വാഭാവികമാണ് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അത് വളച്ചൊടിച്ചതാണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് തന്നെ ഇടതുപക്ഷമാണ് എന്നും സജി ചെറിയാൻ പറയുന്നു. അതോടൊപ്പമാണ് പി ശശിയെ ഇത്തരത്തിൽ സജി ചെറിയാൻ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. പി ശശിയെ വിശ്വസിച്ച് തന്നെയാണ് ചുമതലകളെല്ലാം തന്നെ ഏൽപ്പിച്ചത്. മുഖ്യമന്ത്രിയെ ചതിക്കാനല്ല, സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശശി അവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയല്ല, പാർട്ടിയാണ് ശശിയെ ഇക്കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയത്. അന്തസ്സോടെ ശശി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ശശിക്കെതിരായ ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഒരു കഴമ്പുമില്ല എന്നും സജി ചെറിയാൻ പറയുന്നു. ആരോപണം ഉന്നയിക്കുന്നവർ
തെളിവ് കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയും ഒരു തെളിവ് നൽകാതെയും ഇരിക്കാൻ കഴിയുമോ എന്നും സജി ചെറിയാൻ ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ തനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ ഇത്തരം ആരോപണങ്ങൾ വരും. അപ്പോൾ തെളിവുകൾ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. തെളിവുകളോടുകൂടി വരികയും ഈ അന്വേഷണം നടത്തുകയും ചെയ്ത് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ കൃത്യമായ നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രിയുടെ മറ്റൊരു വാദം. തെറ്റ് ചെയ്ത ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല എന്നും സജി ചെറിയാൻ ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ RSS നേതാവിനെ ADGP MR അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് മറ്റൊരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നത്. ആരെയും കാണാം, ഏത് നേതാവിനെയും കാണാം. അർജുൻ ഒന്ന് വിശദമായ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ കൂടുതൽ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ൊരു കാര്യത്തെ പറ്റി മുൻകൂട്ടി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ തെളിവ് കൊടുക്കണം. ADGPയെ പറ്റി പറഞ്ഞു, തെളിവ് കൊടുക്ക്, അന്വേഷിക്കട്ടെ. തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞല്ലോ. എന്തിന് സ്ഥാനത്തുനിന്ന് മാറ്റണം നിങ്ങൾ ഈ പറഞ്ഞത്? എന്ത് സ്ഥാനത്തുനിന്ന് മാറ്റാനാ? എന്നെ പറ്റി രാഷ്ട്രീയം വന്ന ഉടനെ എടുത്ത് മാറ്റി ചെയ്യുന്ന അന്വേഷണം. എന്നെ RSS നേതാവിന് അയാൾ വ്യക്തിയെ കണ്ട് ഞങ്ങളത് പാർട്ടി എന്ത് വേണം? അതിന് വ്യക്തികളെ RSS നേതാവിനെ കാണാൻ അവകാശമില്ല. എന്താണ് RSS ഉദ്യോഗസ്ഥന്മാർക്കിടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചല്ലോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചു RSSനകത്ത് ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പ്രവർത്തിക്കുക. നിങ്ങൾ വല്ലതും പറഞ്ഞോ? RSS നേതാവിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു കാണാൻ അയാളുടെ വ്യക്തിയുടെ കാര്യമായിരിക്കും. ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി, ഞങ്ങളുടെ ഗവൺമെന്റിന് വേണ്ടി RSSകാരനെ കാണാൻ പോയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്കൊരു RSSകാരനെ കണ്ടിട്ട് കേരളത്തിൽ രാഷ്ട്രീയം വളർത്തുന്ന ആവശ്യമില്ല. ശരി, അർജുൻ മട്ടന്നൂർ, ഇതിപ്പോൾ ഏത് പരിപാടിക്കാണ് മന്ത്രി എത്തിയിരുന്നത്? കൂടെ മറ്റ് പാർട്ടി നേതാക്കൾ ഉണ്ടായിരുന്നോ കൂടെ? വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മന്ത്രി സജി ചെറിയാൻ കൊച്ചിയിലെത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ പരിപാടി അത് തേവര സെക്രട്ടറി ഹാർട്ട് കോളേജിലെ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ കാര്യങ്ങളടക്കം ചോദിച്ചത്. കൂടുതൽ പരിപാടികൾ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെ ഇത്തരത്തിൽ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ രംഗത്ത് വരുന്നു. മാത്രമല്ല ADGPയെ സംരക്ഷിച്ചുകൊണ്ട് RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് ഒരു മന്ത്രി രംഗത്ത് വരുന്നു ാണ് ഏറെ പ്രത്യേകത. പ്രത്യേകിച്ച് PV അൻവറിനെ മറ്റുള്ളവരൊക്കെ തന്നെ കടന്നാക്രമിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ സജി ചെറിയാനും PV അൻവറിനെ വിമർശിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെയും പൂർണ്ണമായും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ വായിക്കേണ്ടത്. ഇത്തരത്തിൽ P ശശിക്കെതിരായ പരാതികളൊക്കെ തന്നെ പാർട്ടി അന്വേഷിച്ചതാണ്. P ശശിയെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും പൂർണ്ണ വിശ്വാസമാണ്. പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശിയെ ഇത്തരത്തിലൊരു ദൌത്യവുമായി നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം അന്തസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സജി ചെറിയാൻ പറഞ്ഞത്. അതോടൊപ്പമാണ് ഇത്തരത്തിൽ ADGPയും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹം ന്യായീകരിച്ചത്. വ്യക്തിപരമായ കൂടിക്കാഴ്ച മാത്രമാണ്. അത്തരത്തിൽ വ്യക്തിപരമായി ആരെയും വേണമെങ്കിൽ കാണാം. അതിന്റെ പേരിൽ മാറ്റി നിർത്തേണ്ടതില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ CPIക്ക് അറിയാം. CPIക്ക് ഈ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നും സജി ചെറിയാൻ പറയുന്നുണ്ട്. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ.